ഹായ് എവരിവൺ, എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഈ വരുന്ന വീക്കിൽ കുറേയധികം ഇവൻറ്റ്സ് മാർക്കറ്റിലുള്ള ഒരാഴ്ചയാണ്. നമുക്കറിയാം ഫെബ്രുവരി 1 നമുക്ക് ബജറ്റ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന വീക്കിൽ കുറേ കമ്പനീസിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം മാർക്കറ്റിനെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ബെയറിഷായിട്ട് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. 23,350 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിന് ഇനിയൊരു ഷോർട്ട് ടൈം അപ്സൈഡ് പോകാനുള്ള പ്രോബബിലിറ്റി ഉള്ളത്. അപ്പം വരുന്ന വീക്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ 22,970 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. അപ്പം ഈ വരുന്ന വീക്കിലെ ഇവൻറ്റുകളായിരിക്കും ഈ ഒരു മാർക്കറ്റിനെ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഒരിക്കലും ഇങ്ങനത്തെ ഇവൻറ്റ് വരുന്ന മാർക്കറ്റിൽ നമുക്ക് ടെക്നിക്കലി മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം വരുന്ന ആഴ്ചയിൽ കുറച്ച് നോക്കി മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് സ്റ്റോക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാറ്റ് ഇൻഡസ്ട്രി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിരുന്നു. ഇത് നമ്മൾ ബൈ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 125 എബോവ് ആണ്. മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇനി വരുന്ന വീക്കിലും നമുക്ക് ഈ ഒരു ഹൈ എബോവ് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് നോക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ബെയറിഷ് ആയെങ്കിലും ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് NRL. ഇതിൻ്റെ ബൈ ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 എബോവ് ആയിരുന്നു. അത് മൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് 105 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോഴും അത് ആ ഒരു ലെവലിൽ തന്നെയാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന വീക്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നോക്കാൻ പറ്റുന്നതാണ്. അപ്പോഴും നിങ്ങൾ 89 തന്നെ ആയിരിക്കണം SL കീപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് നിങ്ങൾ റിവേഴ്സൽ എടുക്കുമ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 105ഉം അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന NFL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. ഇതൊരു ഫെർട്ടിലൈസർ കമ്പനിയാണ്. അപ്പോൾ വരുന്ന വീക്കിൽ ഉണ്ടാകുന്ന ബജറ്റിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ മേ ബി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിലും കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ ബൈ ലെവൽ എന്ന് പറയുന്നത് 115 എബോവ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിന് എബോവ് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കാം. കഴിഞ്ഞ വീക്കിൽ അത് ട്രിഗർ ചെയ്തിട്ടില്ല, അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു SL നോക്കാൻ പറ്റുന്നത് 100 ബിലോ തന്നെയാണ്. ദെൻ ഇനി ഈ വരുന്ന വീക്കിലേക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് പുതിയ സ്റ്റോക്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അവന്തി ഫീഡാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ബൈ ലെവലിന് നോക്കാൻ പറ്റുന്നത് 720 എബോവ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൈ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ഈ മാർക്കറ്റ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു 5% ടാർഗറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇവൻ ഒരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് എന്ന പർപ്പസിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല ഷോർട്ട് ടൈം അല്ലെങ്കിൽ മിഡ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലാർജർ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ഫീൽഡിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു SL ലെവൽ എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടാക്കിയിരിക്കുന്ന മാർക്കറ്റിൻ്റെ ലോ നമുക്ക് നോക്കാം. അതായത് 664 ലെവലിൽ നമുക്ക് SL കീപ്പ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വക്രാങ്കി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. അന്നത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 35 എബോവ് ആയിരുന്നു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് ആയിട്ടുള്ള 37 വരെ മൂവ് ചെയ്ത് 30%ഓളം റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും നെക്സ്റ്റ് ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് 32 എബോവ് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് SL കീപ്പ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സപ്പോർട്ടിന് ബിലോ നോക്കാം. അതായത് 26.5 ബിലോ നമുക്ക് SL നോക്കാൻ പറ്റും. ഇവിടുത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 35ഉം 37ഉം തന്നെയാണ് നമുക്ക് ഫസ്റ്റും സെക്കൻഡും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാൻ പറ്റുന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് CGCL എന്ന് പറയുന്നതാണ്. ഈ ഒരു കമ്പനി ഫിനാൻസ് സെക്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇത് നോക്കിയാൽ അറിയാം, ഒരു ലാർജർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഇത് അപ്സൈഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം അത് നല്ല രീതിയിൽ സൈഡ് വൈസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ തവണ എടുത്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു ഇത്. ഈ ഒരു സോൺ 170 അതുപോലെ തന്നെ 189 എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അഗെയിൻ മാർക്കറ്റ് ഒരു പാരലൽ ചാനലിൽ അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വോളിയവും മാർക്കറ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രീതിയിലൊരു വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു നല്ല ഡിമാൻഡ് സോണായിട്ടാണ് ഇപ്പോഴും ആക്ട് ചെയ്യുന്നത്. 180
170 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 270 എബോവ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് കൺസിഡർ ചെയ്യാം. ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം മാത്രം ബെറ്റർ എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ഒരു ചാനലിനെ ഫെയിൽ ചെയ്തിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഇതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് കിട്ടുവാണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് 170 ബിലോ നിങ്ങൾക്ക് SL കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാൻ പറ്റുന്ന സ്റ്റോക്സ്. കഴിഞ്ഞ വീക്കിലെ സ്റ്റോക്കുകളും നിങ്ങൾക്ക് ഈ വീക്കിൽ കൺസിഡർ ചെയ്യാം.